റൈനി സീൻ ആണെങ്കിൽ നമുക്കും മഴ നനയാം. എക്സ്പ്ലോഷൻ സീനിൽ ഹീറ്റ് വരെ അനുഭവപ്പെടും. ഹലോ, ഒരു സമയത്ത് ആളുകൾ കിലോമീറ്ററുകളോളം നടന്ന സിനിമ കാണാൻ പോവായിരുന്നു അല്ലേ? പിന്നീട് അത് OTT ആയി, VR AR ടെക്നോളജീസ് വന്നതോടുകൂടി സിനിമയുടെ എക്സ്പീരിയൻസ് തന്നെ അങ്ങ് മാറാൻ തുടങ്ങി. പക്ഷെ ചോദ്യം ഇതല്ല, ഒരു 100 വർഷം കഴിയുമ്പോൾ തിയേറ്റർ എന്ന കോൺസെപ്റ്റ് എങ്ങനെയായിരിക്കും? 2126 തിയേറ്ററുകൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ തിയേറ്ററുകളായിരിക്കില്ല എന്നാണ് എക്സ്പെർട്ടുകൾ പറയുന്നത്. ഫ്യൂച്ചറിൽ നോർമൽ സ്ക്രീനിന് പകരം 360 ഡിഗ്രി ഇമ്മേഴ്സീവ് വേൾഡ് ആയിരിക്കും സിനിമ. ഓഡിയൻസിന് വെറുതെ കാണുവാൻ മാത്രമല്ല, നമുക്ക് സിനിമയ്ക്കുള്ളിൽ തന്നെ എൻ്റർ ആയി സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. റൈനി സീൻ ആണെങ്കിൽ നമുക്കും മഴ നനയാം. എക്സ്പ്ലോഷൻ സീനിൽ ഹീറ്റ് വരെ അനുഭവപ്പെടും. സീറ്റിലിരുന്ന സിനിമകൾ കാണുന്ന കാലം മാറി ഫുൾ സെൻസറി എക്സ്പീരിയൻസ് ആയിരിക്കും ഫ്യൂച്ചറിലെ സിനിമ. അതിലും ക്രേസി ആയ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതെന്താന്ന് വെച്ചാ, AI ടെക്നോളജി ഉപയോഗിച്ച് ഓരോ ആളിനും ഡിഫറെന്റ് വേർഷൻ ഓഫ് ദി സെയിം മൂവി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഹാപ്പി എൻഡിങ് ആണ് ഇഷ്ടമെങ്കിൽ മൂവി അങ്ങനെ എൻഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ആക്ഷൻ ആണ് ഇഷ്ടമെങ്കിൽ മൂവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറും. ചിലപ്പോൾ ആക്ടേഴ്സ് പോലും റിയൽ ഹ്യൂമൻ ആയിരിക്കണമെന്നുമില്ല. കംപ്ലീറ്റ്ലി AI ജനറേറ്റഡ് സൂപ്പർ സ്റ്റാർസ് ലോകം മുഴുവൻ ഡോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ടെക്നോളജീസ് എത്രയൊക്കെ വളർന്നാലും ഒരു ഡാർക്ക് തിയേറ്ററിൽ ഫ്രണ്ട്സിനോടൊപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന എക്സൈറ്റ്മെന്റ്, പോപ്കോണിന്റെ സ്മെല്ല്, ഇന്റർവെൽ ഡിസ്കഷൻ, ക്ലൈമാക്സ് സമയത്ത് ഓഡിയൻസ് റിയാക്ഷൻ ഡിസ്കഷൻ, അത് നമ്മുടെ ടെക്നോളജിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാവുന്നതാണോ? മേ ബി ഫ്യൂച്ചറിൽ തിയേറ്റർ ഡിസപ്പിയർ ആവില്ല, പക്ഷെ ചിലപ്പോൾ അതിന്റെ രൂപം മാത്രം മാറിയേക്കാം. 2126 സിനിമ കാണുക മാത്രമല്ല, ചിലപ്പോൾ അത് ജീവിക്കുന്ന സിനിമ തന്നെ ആയേക്കാം.